സ്നേഹത്തിൽ ഒന്നോടെ പറയാണ്, അന്യോന്യം എന്ത് ചെയ്യണം? അന്യോന്യം ഹല്ലേലൂയ പൊറുക്കണം. സ്തോത്രം. അത് ഈ പറഞ്ഞതിനേക്കാൾ എല്ലാം കടുകട്ടിയുള്ളൊരു കാര്യമാണ്. സ്തോത്രം. ഏത്? സ്നേഹത്തിൽ അന്യോന്യം. ഇന്ന് സഭകളുടെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കാൻ പറ്റില്ല. സ്തോത്രം. എങ്ങനെ പൊറുക്കും? സ്തോത്രം. വളരെ പ്രയാസമാണ് അന്യോന്യം പൊറുക്കുക എന്ന് പറഞ്ഞാൽ. ദൈവത്തിന് എന്നാൽ ദൈവം നമ്മളോട് പറയുന്ന, നീ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എന്ത് ചെയ്യണം? അന്യോന്യം പൊറുക്കണം. സ്തോത്രം. നമുക്ക് പറ്റുമോ? പൗലോസിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മളോട് പറയുന്നത്, ആമേൻ, എന്ത് ചെയ്യണം? പൊറുക്കണം, ക്ഷമിക്കണം, സഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഈ ഭാഗം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകില്ല. കാരണം പൊറുക്കുക എന്ന് പറഞ്ഞാൽ, അന്യോന്യ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പൊറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റണ കാര്യമല്ല. ഇനി മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. ഈ ഒരു 12-13 വയസ്സ് കഴിഞ്ഞ ഒരു കൊച്ച്, എല്ലാം പാരൻസിന് അത് മനസ്സിലാവും. ഒരു 22 വയസ്സ് വരെയുള്ള ഒരു സമയത്ത് എത്ര മാതാപിതാക്കൾ അവർ പൂർണ്ണ സന്തോഷമുള്ളവരാണ്? സ്തോത്രം. ആണോ? അല്ലല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് അംഗം തുടങ്ങണം. സ്തോത്രം. ബെഡ്ഷീറ്റ് മടക്കി വെച്ചിട്ടില്ല. ഇപ്പോൾ ചോദിച്ചു നോക്കിയാൽ, ഇന്നിപ്പോൾ വീട്ടിൽ ചെന്നാൽ പലരുടെയും വീട്ടിനകത്ത് ഇപ്പോഴും ബെഡ്ഷീറ്റ് പിള്ളേർ മടക്കുമോ? സ്തോത്രം. പിന്നെ എഴുന്നേറ്റ് തിന്നു കഴിഞ്ഞാൽ എച്ചിൽ ടേബിളിൽ നിന്ന് അവിടെ തന്നെ ഇടും. ഇത് തിന്നാൻ വരുന്നത് ഒരു സമയം. സ്വതന്ത്രം. തിന്നേച്ച് പോകുമ്പോൾ അത് അവിടെ ഇട്ടു. സ്വതന്ത്രം. പിന്നെ പ്ലേറ്റ് അത് സ്വതന്ത്രം. ഇങ്ങനെ അടിയും പിടി രാത്രി വരെ. സ്വതന്ത്രം. മാതാപിതാക്കൾക്ക് പിന്നെ അവധിയായ പിന്നെ ഒന്നുകൂടെ, അത് കാരണം അവധി അല്ലെങ്കിൽ 8 മണിയാകുമ്പോഴത്തേക്കും പരിപാടിയും കൂടെ തീരുമല്ലോ എന്നാ. സ്വതന്ത്രം. അതെ. പക്ഷെ അല്ലെങ്കിൽ ഈ അടിയും പേടിയും ബഹളവും വരെയും സ്വതന്ത്രം തിന്നതും കിടന്നതും ഇരുന്നതും ആകെ വൃത്തികേടാക്കിയിട്ട് ഒരു സഹായവും ഒരു ഉപകാരമില്ല. ഞാൻ കുഞ്ഞുങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, വേറെ വീട്ടിലാണ്, ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല. സ്വതന്ത്രം. അപ്പം ഭയങ്കര അടിയും പിടിയും ബഹളം. എങ്ങനെയാലും ഒന്ന് സ്കൂള് തുറന്നാ മതി. സ്വതന്ത്രം. കാരണം രാവിലെ കൊണ്ട് ആ ശല്യം കൊണ്ട് തീരുമല്ലോ. സ്വതന്ത്രം. ഇങ്ങനെയാണ് പല കുഞ്ഞുങ്ങളും. കുറേയൊക്കെ ക്വയറ്റാണെങ്കിലും ഒന്ന് ചിലപ്പോൾ ക്വയറ്റാണെങ്കിൽ ഒന്ന് വേറെ ഓപ്പോസിറ്റ്. എല്ലാം ഒരുപോലെ വരികയല്ലോ. സ്വതന്ത്രം. വ്യത്യസ്ത രീതിയാണ്. ഇപ്പം ഇങ്ങനെ വല്ലാതെ പ്രഷറാണ്. എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, പക്ഷേ സ്വതന്ത്രം ചിലപ്പോൾ പറയും, ഇത് എനിക്ക് തന്നെ എങ്ങനെയായതുകൊണ്ടാ, ഇത് എൻ്റെ തന്നെയാണോ ഇത്? അല്ലേ? ഞാനൊന്നും ഇങ്ങനെയൊന്നും. സ്വതന്ത്രം. ഹല്ലേലൂയ. ഇതിങ്ങനെ അങ്ങ് പോകും. പക്ഷെ ആരെങ്കിലും തള്ളിക്കളയുമോ? സ്വതന്ത്രം. ആരെങ്കിലും തള്ളിക്കളയുമോ? സ്വതന്ത്രം. ഇത് അനുസരിക്കാത്തതെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകുമെന്ന്. സ്വതന്ത്രം. ഹല്ലേലൂയ. എന്നാൽ 4 പേരുടെ മുമ്പിൽ മോളെ മോനേന്ന് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലതിനൊക്കെ കണ്ടിട്ടുണ്ട്. സ്വതന്ത്രം. അപ്പന് തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ 4 പേരുടെ മുമ്പിൽ വന്നപ്പോൾ കല്യാണ വീട്ടിലാട്ടെ, സ്വതന്ത്രം, വേറെ പൊതു സ്ഥലത്താട്ടെ, അപ്പോൾ വിളി കേട്ട് കഴിഞ്ഞാൽ സ്വതന്ത്രം പൊന്നേ ചക്കരേ എന്നൊക്കെ വിളിക്കണം. ഞാൻ വിചാരിച്ചു, ഇത് എങ്ങനെ വിളിക്കാൻ പറ്റണപ്പാ? സ്വതന്ത്രം. എങ്ങനെ വിളിക്കാൻ പറ്റും? ഒറ്റയടിക്ക് കൊല്ലേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അങ്ങ് പൊതിഞ്ഞു വെച്ചേക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? മക്കളായി പോയി പൊറുക്കുകയാണ്, സഹിക്കുക. സ്വതന്ത്രം. ദൈവം പറയണത് ഇതാണെന്ന്. സ്വതന്ത്രം. അല്ലെങ്കിൽ ചിലതൊന്നും ഒരു ചത്താൽ പോലും കുഴി പോയാൽ പോലും ചൊവ്വാകുകയല്ല. പക്ഷെ ദൈവം തമ്പുരാൻ പറയുക, നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം? പൊറുക്കണം. ഹല്ലേലൂയ. സ്വതന്ത്രം. സഹിക്കാൻ പറ്റാത്തതിനെ വഹിക്കേണ്ടതാണ് ദൈവമക്കളെന്നാ ചുരുക്കം പറഞ്ഞ. അവര് ശരിയല്ല, മറ്റൊരു ശരിയല്ല, അവർ ശരിയല്ല, ഞാൻ പിന്നെ അത്രയും കൂടെ ശരിയാവുകയല്ല എന്ന് പറഞ്ഞാൽ സഭ മുൻപോട്ട് പോകില്ല എന്ന് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് എഫേസ്യ സഭയോട് പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് സ്നേഹമില്ലായ്മ. ഹല്ലേലൂയ.
വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ആമേൻ 7 സഭകളിൽ ഒരു സഭ ഏതാ? എഫേസോസ് സഭയാ. എഫേസോസ് സഭയോട് പറയാണ്, നിങ്ങൾ സമ്പന്നന്മാരാണ് ശരി തന്നെ, നിങ്ങൾ എല്ലാവരും മിടുക്കന്മാരാണ് ശരി തന്നെ, പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. എന്താണ് കാര്യം? ഒരു കാര്യം, അത് ചെറിയൊരു കാര്യമല്ല, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പണ്ടത്തെ പോലെയുള്ള സ്നേഹമില്ല. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? തടികളയും. ഹല്ലേലൂയ. അവിടെ നമ്മൾ ഈ വേദഭാഗവും വെളിപ്പാട് പുസ്തകത്തിൽ എഫേസ്യ സഭയോടുള്ള ആ ദൂതും നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം, ഇവരുടെ അകത്ത് ആ സാധനം കുറഞ്ഞു പോയി. ആർക്കും തമ്മി സഹിക്കാൻ വയ്യ, ആർക്കും പൊറുക്കാൻ വയ്യ. ഇത് ഇന്ന് തുടങ്ങിയതൊന്നും അല്ല. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഉണ്ടായതാ, ആലത്തൂർ ബദേസഭയിൽ ഇപ്പോൾ ഉണ്ടായതാ, അല്ലെങ്കിൽ മറ്റടുത്ത് ഇപ്പോൾ ഉണ്ടായതാ. ഇപ്പൊ ഈ മാധ്യമം ഇങ്ങനെ പെരുകിയപ്പോ സംഭവമൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നേ ഉള്ളൂ. സഹോദരൻ, ഇത് ഇന്ന് തുടങ്ങിയൊന്നുമില്ല. 2000 വർഷം മുമ്പ് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയപ്പോ തന്നെ, സഹോദരൻ, അല്ല, യേശു കർത്താവ് ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഞാനാ വലുത്, നീയാ വലുത്, ഞാനാ വലുത്, നീയാ വലുത് എന്നുള്ള അത് അന്നേ തുടങ്ങിയതാ. സഹോദരൻ, കർത്താവ് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, ഞാൻ നിന്നെ മേപ്പോട്ട് എടുക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിനകത്തേക്ക്, രക്ഷിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ സ്നേഹത്തിലേക്ക്, വിശുദ്ധിക്കകത്തേക്ക് കയറി വന്നാലേ നിന്നെ ഞാൻ മേപ്പോട്ട് എടുക്കുള്ളൂ. പ്രേക്ഷല്ലോ. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. മക്കളെ വഹിക്കുന്നത് പോലെ, മക്കളെ പൊറുക്കുന്നത് പോലെ, സ്വത്രം ഇഷ്ടമല്ലേലും സഹിക്കാൻ തയ്യാറാകണമെന്ന്. ഹല്ലേലൂയ. സഹിക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവസഭ ദൈവത്തിന്റെ പദ്ധതിക്കകത്തോടെ പോകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ അകത്തരത്തിൽ നമ്മൾ പൊട്ടിത്തെറിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് നന്നാവട്ടെ, നന്നാവട്ടെ പറയാനുള്ള കാര്യം ഒരു പ്രാവശ്യം പറയുക. സ്തോത്രം. അത് ചൊവ്വാവില്ല, അത് നരകത്തിലേക്കാ. പിന്നെ പ്രാർത്ഥിക്കുക, കർത്താവേ ഒന്ന് ബുദ്ധി ഒന്ന് തുറന്നു കൊടുക്കണമേ, ഒന്ന് വിവേകം ഒന്ന് കൊടുക്കണമേ, ഇച്ചിരി പരിജ്ഞാനം കൊടുക്കണമേ, സുബോധം കൊടുക്കണേ. ഞാൻ നന്നാക്കാൻ വിചാരിച്ചാൽ നന്നാവില്ല. നമ്മുടെ മക്കളെ 15 വയസ്സ് കഴിഞ്ഞ, 16 വയസ്സ് കഴിഞ്ഞ ഒരു തല്ലിപ്പൊടിയായ മകനെ ഒരമ്മയ്ക്ക് ഒരപ്പനെ നന്നാക്കാൻ പറ്റുമോ? അതിന് ഒരിക്കലും പറ്റുകയില്ല. സ്വന്തം 10-15 വയസ്സ് കഴിഞ്ഞാലൊന്നും നന്നാക്കാൻ പറ്റുകയില്ല. പിന്നെ നന്നാക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. ആരാന്നറിയാവോ? ദൈവം തമ്പുരാൻ. മുട്ടേ കുത്തേന്ന് മേപ്പോട്ട് നോക്കി, അപ്പാ ശരിയാക്കണമേ, ദൈവമേ ഇച്ചിരി ബുദ്ധി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ നന്നാക്കാൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യത്തില്ല, പറ്റുകയില്ല. കാരണം അവർ പോലീസിനെ വിളിക്കും, അവർ അനാവശ്യമായിട്ട് പെറ്റീഷൻ കൊടുക്കും. സഹോദരൻ, ഇപ്പൊ പിന്നെ അപ്പനും അമ്മയും നീതിയോടെ നടക്കാൻ മക്കളെ നടത്താൻ പോയതിന് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഗതികേട് വരുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. അമേരിക്കയിൽ പിള്ളേരെ തല്ലാൻ പറ്റില്ല, തല്ലിയ പോലീസിനെ വിളിക്കും, അപ്പനും അമ്മയും ജയിലിലിടും. അങ്ങനെ ഒരു കാലഘട്ടമാണ്. അത് അധികം താമസിക്കാതെ ഇവിടെയും വരും. പക്ഷെ ഒരു കാര്യം, നമ്മൾ പൊറുക്കുന്നത് മക്കളായി പോയത് കൊണ്ടാണെങ്കിൽ ഞാൻ ദൈവസഭയുടെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. ഇതിൽ നിന്നൊന്നും വലിയ മാറ്റമൊന്നും വരികയില്ല. മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മാറിപ്പോകുകയല്ലാതെ സഭ മാറുകയില്ല. കാരണം അതങ്ങനെയാണ്. പല വിരലുകൾ ഒരു കയ്യിലാണ്, എല്ലാം ഒരുപോലെ അല്ലാത്തതുപോലെ സഭ അങ്ങനെ പോകുള്ളൂ. നമ്മൾ നന്നാക്കാൻ പോട്ടെ, പക്ഷെ നമ്മൾ നന്നാവാൻ നോക്കുക. ഹല്ലേലൂയ. എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ സ്വർഗം കളയാതെ ഇരിക്കുക. നമ്മൾ പോകുമ്പോൾ വേണേ പോരേന്ന് പറഞ്ഞ് വിളിക്കുക. വാ, ഇതിലെ വാ, ഇങ്ങനെ വാ, ഇങ്ങനെ പോവാ എന്ന് പറഞ്ഞ് പറയുക, പ്രാർത്ഥിക്കുക. അല്ലാണ്ട് നമ്മൾ പോയി തള്ളാൻ പോയി നോക്കിയാൽ അവർ തിരിച്ചു തള്ളും, നമ്മളും പോകും, അവർ പോകും പുറകോട്ട്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ദൈവം നമ്മളോട് പറയുക, എന്ത് ചെയ്യണം? അന്യോന്യം പൊറുക്കുക, വിട്ടുകളഞ്ഞേക്കുക. ചൊവ്വാകുകയില്ല, തലവേദന കേസാണ്, പോട്ടെ. സ്തോത്രം. ദൈവനാമത്തിൽ അങ്ങ് പൊറുത്തേക്കുക. കർത്താവേ ഒരു വിവേകം കൊടുക്കണേന്ന് തല പെരുക്കുമ്പോൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. പിന്നെയും മുമ്പോട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ് കർത്താവ് പറയണേ.
സ്വതന്ത്രം. ഇതാ ദൈവം പറയണേ, നിങ്ങൾ അന്യോന്യം പൊറുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അന്യോന്യം എന്ത് ചെയ്യണം? സ്തോത്രം, പൊറുക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. ഏത് സ്നേഹത്തിൽ? കർത്താവേ, നീ പൊറുത്തില്ലായിരുന്നേ നമ്മൾ എന്തായിരുന്നു? സ്തോത്രം. ദൈവം പൊറുത്തത് കൊണ്ടല്ലേ നമ്മള്. സ്തോത്രം. ദൈവമൊക്കെ നമ്മളെ പുറത്തില്ലായിരുന്നെങ്കിൽ, നമ്മുടെ പാപമൊക്കെ ക്ഷമിച്ച് തന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഒരു പക്ഷെ പിന്നെയും ജീവിച്ചാണ്. എനിക്കറിയത്തില്ല, എൻ്റെ കാര്യം പോക്കായിരുന്നു. സ്വതന്ത്രം. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് എന്നോട് പൊറുത്തത് കൊണ്ടും അവൻ എന്നോട് പൊറുത്ത് ക്ഷമിച്ച് വാടാ മോനെ എന്ന് വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ സ്തോത്രം. ദൈവത്തിന് നമ്മളോട് പറയാനൊരു കാര്യം, നിന്നെ സ്തോത്രം ഞാൻ പൊറുത്തെങ്കിൽ നീ കുറെയൊക്കെ പൊറുക്കാൻ തയ്യാറായ തീരാകുന്ന വിഷയമേ ഉള്ളൂ. ഹല്ലേലൂയ.